ജനത്തോട് വളരെ വിശന്നിരുന്നതായ ജനത്തെ പുരുഷാരത്തെ കണ്ടിട്ട് യേശുവിന് മനസ്സിൽ ഉണ്ടായി. बहुत भूखे बैठे हुए लोगों को देखते हुए मसीह को तरस खाया है. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും കൊടുക്കുവിൻ എന്ന്. भूखे बैठे हुए लोगों को जो देखते हुए मसीह ने शिष्यों को कहा उनको खिला दे. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ വചനം കൊണ്ടും ജീവിക്കുമെന്ന്. मसीह ने यह बात कहने लगा, केवल मनुष्य रोटी से नहीं, यहोवा परमेश्वर की मुंह से आते हुए वचन के द्वारा भी जीते हैं. അന്ന് അവരുടെ പക്കലുണ്ടായിരുന്നതായ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചതായ ചരിത്രം വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. 5 रोटी और मछलियों हाथ में लेकर प्रार्थना करके लोग 5000 लोगों को खिलाया है, बाकी भी बचाया है. ये बात बाइबल में हम पाया जाता है. വചനം എന്ന് പറയുന്നത് അത് ആത്മാവും ജീവനുമാകുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. वचन वही है, जीवन और आत्मा है. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കുമ്പോൾ അത് ആത്മീയമായിട്ട് ശക്തിയെ പ്രാപിക്കുവാനും നമുക്ക് ആവശ്യമായിട്ടുള്ളതായ നമ്മുടെ വിശപ്പ് അകറ്റുന്നതിനും അത് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ऐसा होवे तो आज ये वचन बांटने का ही समय है. हमारा आत्मिक जागृति उन्नति प्राप्त करने के लिए कारण बने, ये मैं प्रार्थना के साथ ही साथ आपकी ओर आ रहा है. നാം എല്ലാവരും ദൈവവേലയിൽ പങ്കാളികളാണ് എന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. यहाँ पर प्लेटफॉर्म में जितनों ने आया सबने मसीह की और आराधनाओं में सेवकाई में शामिल है, ये भागी है. इसी के लिए मैं प्रार्थना करता है. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു വർഷത്തിലെ ഏതാണ്ട് 52 അതെ വചന ശുശ്രൂഷ അത് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. परमेश्वर के दास ने मन में ये सोच विचार की है, एक वर्ष में और 52 भजन की घोषणा ये प्लेटफॉर्म में हम करते हैं. അതുപോലെ തന്നെ മറ്റേ ദൈവദാസന്മാർ വിവിധ വിഷയങ്ങൾ അത്ര നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. इसी रीति कई प्रकार की परमेश्वर की दासों ने ये प्लेटफॉर्म में दिनम प्रति वचन की घोषणा देता है. വൈവിധ്യങ്ങളായിട്ടുള്ളതായ വിഷയങ്ങൾ അത്രേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. तो एक दूसरे के साथ मिलजुले जोड़े ऐसे की अनुग्रहित वचन हम सुन पाते हैं. ഇന്ന് നാം സുവിശേഷത്തെ കുറിച്ച് അതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോവുക അത്ര ചെയ്യുന്നത്. आज की घोषणा सुसमाचार के बारे में, उसकी भल क्या होता है उसके बारे में विचिंतन करने के लिए आ रहा है. സുവിശേഷം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളോടൊപ്പം വലിയവനായ ദൈവം കൂടെ ഇരുന്ന് ചെയ്യുന്നതായ ഒരു മഹത്തായ പ്രവൃത്തി അത്രേ. सुसमाचार यू है, अरे महान व्यक्ति मसीह साधारण लोगों के साथ बातचीत करते हैं, जो फल वचन है. ഈ സുവിശേഷം എന്ന് പറയുന്നത് അത് ദൈവം എന്ത് ചെയ്തു മാനവ രാശിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തതായ പ്രവൃത്തിയെ പ്രഖ്യാപിക്കുന്ന അത്രേ സുവിശേഷം. सुसमाचार की मतलब यू है, सर्वशक्तिमान परमेश्वर के पुत्र यीशु मसीह ने मानव जातियों के बीच में क्या किया है उसकी भल के बारे में घोषणा है. പാപത്തിന്റെ അടിമത്തത്തിൽ അത് കഴിഞ്ഞിരുന്നതായ ജനത്തിന് വേണ്ടി സ്വാതന്ത്ര്യം വരുത്തിയതായ അതത്ര ദൈവപുത്രൻ ചെയ്തത്. तो पाप की अपराध की गुलाम में झुके हुए लोगों को यीशु मसीह ने आकर उनको आजादी देता है, इसके बारे में है सुसमाचार. പാപത്തിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്നതായ ദുഃഖവും ദാരിദ്ര്യവും മറ്റെല്ലാ പ്രതികൂല ക്ലേശങ്ങളിൽ നിന്നും നമ്മെ വിടിപ്പിക്കുന്നതിന് വേണ്ടി യേശു കാൽവരിയിൽ യാഗമായി തീർന്നു. पाप की अपराध में झुके हुए लोगों को मसीह की ओर लाकर
उनका जुआ उतार कर उनको आजादी कर देते हैं, वही है सुसमाचार। മനുഷ്യന്റെ ശത്രുവായ സാത്താന്റെ തലയെ തകർത്ത് യേശു ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുക എത്ര ചെയ്യുന്നത്. मनुष्यों के पाप अपराधों को हटाकर आजादी देकर परमेश्वर के साथ जुड़ने के लिए प्रभु ने मसीह ने किया हुआ जो ही संदेश है सुसमाचार। നമുക്ക് സ്വാതന്ത്ര്യവും പാപമോചനവും പാപപരിഹാരവും നിത്യ ജീവനും വാഗ്ദാനം ചെയ്തുകൊണ്ട് അത്രേ യേശു ക്രൂശിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. और हमारा पाप और अपराध दंड गुना सब कुछ अपने कंधे पर उठाकर क्रूस पर चढ़ाया और वहां से जिलाया, इसके बारे में है सुसमाचार। വീരനാം ദൈവമായിട്ട് ജയാളിയായ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര സുവിശേഷം. और जयवंत मसीह की और वो इन्हें शैतान का सिर को गुजर डालकर जीते हैं, उसके बारे में मनन करते हैं हम यहाँ पर सुसमाचार की घोषणा। നിരാശയിലിരുന്ന ജനത്തിന് പ്രത്യാശയുടേതായ ദൂതത്രേ സുവിശേഷം എന്ന് പറയുന്നത്. निराशा से भरी हुई लोगों को आशा की वचन देता है, वही है सुसमाचार। മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ജനത്തിന് പ്രത്യാശ നൽകുന്നത് അത്രേ സുവിശേഷം. मृत्यु हमारा सामने है, जो मृत्युओं में से हमको जिलाया जीने दिया, वही है सुसमाचार। അതെ, നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അവസാനം വരുത്തിക്കൊണ്ട് നമ്മെ രക്ഷിച്ചതായ യേശുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയുന്നത് സുവിശേഷം. हम पाप की गुलामी में थे, आजादी दिया और मसीह की संदेश जो ही लोगों को साथ बांटने का ही है, वही सुसमाचार। എന്നാൽ ഈ സുവിശേഷം യഹൂദന്മാര് തിരസ്കരിച്ചു. यही सुसमाचार यहूदियों ने तिरस्कार किया है, इनकार किया है। പ്രവർത്തിയാനുള്ളതായ രക്ഷയെ കുറിച്ച് അത്രേ അത് വിശ്വസിച്ചിരുന്നത്. यहूदियों ने विश्वास किया काम कार्यों में प्रसन्न करने के लिए विश्वास किया था वही लोग। എന്നാൽ പ്രവർത്തിയാനുള്ളതായ വിശ്വാസം ഒരു തികഞ്ഞ പരാജയമായിരുന്നു. काम कार्यों में प्रसन्न करने के लिए लोग आगे आया, वो पराजित हो गया। സുവിശേഷത്തിലൂടെ നാം പ്രഖ്യാപിക്കുന്നത് അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ സകലവും പൂർത്തീകരിച്ചതായ ആ യേശുവിനെ കുറിച്ച് അത്രേ. और सुसमाचार के कारण हमें हमारे हाथ में दिया है, जो शैतान के ऊपर प्रबल है हमारा मसीह है, उसमें का ऊपर विजय पाने के लिए घोषणा है सुसमाचार। ഈ അർക്കപ്പെട്ടതായ കുഞ്ഞാട് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ചു എന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതിയാവും. और वचन यही देते हैं, वो मसीह ने दिए हुए वो सुसमाचार अपनाया, ग्रहण किया, केवल इतना ही करने के लिए मसीह की वचन हमको बुला रहा है। യേശു കർത്താവ് എന്ന വാഗുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിക്കുന്നത് അത്രേ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. हमारा मसीह की ओर बताए, जो शैतान की जुआ उतार दिया, मन पर आया और मसीह की ओर देखा, वही है सुसमाचार। യേശുക്രിസ്തുവിലുള്ളതായ രക്ഷ എന്ന് പറയുന്നത് അത് സാർവലൗകികമാണ് എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാർ മാത്രം പരിമിതപ്പെടുത്തിയ ഒന്നല്ല, മറിച്ച് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയത്രേ. और सुसमाचार केवल यहूदियों के लिए नहीं, आमतौर पर सारे दुनिया के लोग यीशु को ग्रहण करते हैं, अपनाता है, वही है सुसमाचार। ഇത് വളരെ ലളിതമാണ്. കർത്താവായ യേശുക്രിസ്തു കൽവരിയിൽ ചെയ്തതായ ആ ത്യാഗം, അത് ആ മഹാപാപ പരിഹാരയാഗം നമുക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക മാത്രം ചെയ്യുക. और ये सरल है,
हमारा यीशु हमारे लिए मारा गया, गाड़ा गया, जीव उठा, वो ही सुसमाचार अपनाना, वो ही है संदेश। റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. रोमियो की पत्री 10वां अध्याय की 17वां पद में यही वचन पाता है। ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. इसी कारण में मसीह के वचन हम सुनते हैं, वो सुनने के लिए सुनाने वाला भी होना चाहिए। അതെ, സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അത് അതിലൂടെ അത്ര രക്ഷ ലഭിക്കുന്നത്. हम सुसमाचार की घोषणा क्यों करते हैं? उसी के द्वारा लोग बच जाते हैं, उद्धार पाते हैं। സുവിശേഷം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകും. सुसमाचार सुनते हैं तब लोगों को विश्वास आते हैं। അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി സുവിശേഷം ജനം കേൾക്കേണ്ടിയിരിക്കുന്നു. और उद्धार पाने के लिए सुसमाचार सुनना आवश्यकता है। അതുകൊണ്ട് അത്ര ഭൂമിയുടെ അറ്റത്തോളവും ഈ സുവിശേഷം എത്തിക്കുവാൻ കർത്താവ് നമ്മോട് ആജ്ഞാപിച്ചത്. इसी कारण में दुनिया की भूमि के कोने कोने तक जाकर सुसमाचार फैलाने के लिए प्रभु हमें और हमारे लिए दिया है। वो അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 9 മുതൽ ഉള്ളതായ ചില വാക്യങ്ങൾ. प्रेरितों का काम 9वां अध्याय 9-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായം 9 മുതൽ 12 വരെ. प्रेरितों का काम 9वां अध्याय 9 से लेकर 12वां पद तक हम वो शब्द देख सकते हैं। അവിടെ ശൗലിന്റെ മാനസാന്തരത്തെ കുറിച്ച് എത്രേ നാം വായിക്കുന്നത്. और वहां पर शाऊल है नाम है, वो व्यक्ति मन फिराया है, वो मन फिरागट के बारे में वहां पर दिया गया है। ക്രിസ്തു വിശ്വാസികളായ ജനത്തെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ ഒരു പടക്കുതിരയെ പോലെ ഇറങ്ങിത്തിരിച്ചതായ ശൗലിന്റെ കഥ. और एक घोड़े की नाई उतरा हुआ निकला हुआ एक व्यक्ति थे शाऊल। ശൗല് അത് കുതിരപ്പുറത്ത് നിന്നും അത് വീണ് അവിടെ കിടന്ന് പിടയുന്നതായ ഒരു രംഗം. परमेश्वर की ज्योति देखा है, जो शाऊल ने घोड़ा से गिर गया वहां पर रोते हैं ये देखते हुए हाल। അവന്റെ കണ്ണ് കുരുടായിപ്പോയി, 3 ദിവസം അവന് കാഴ്ചയില്ലായിരുന്നു. वो अंधे हो गया, 3 दिन तक ज्योति नहीं पाया। എന്നാൽ അവന്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അനന്യാസ് എന്ന് പറയുന്നതായ ഒരു ദൈവദാസനെ ദൈവം സ്വപ്നത്തിലൂടെ അരുളപ്പാട് കൊടുത്ത് അവിടേക്ക് അയച്ചു. यहाँ पर अनन्या एक शिष्य प्रभु की वाणी उनको मिला, वो शाऊल वहां पर प्रार्थना करते हैं, उनको जाकर उनको अंधे है ठीक कर दे। ശൗലിനും അങ്ങനെ ഒരു ദർശനം ലഭിക്കുകയുണ്ടായി. शाऊल को भी एक दर्शन मिला है। അപ്പോ നേർവീതി എന്ന തെരുവിൽ പോയി ശൗലിനെ അന്വേഷിച്ചു. और वहां पर वो सगड़े रास्ता में जाकर तो वहां पर उनको शाऊल को ढूंढो। ഇവിടെ ശൗലിന്റെ മാനസാന്തരം എന്ന് പറയുന്നത് പിന്നെ നാം സുവിശേഷം അറിയിച്ചത് കൊണ്ടല്ല, മറിച്ച് ദൈവം അവനെ നേരിട്ട് അവനോട് ഇടപെടുകയത്രേ ചെയ്തത്. शाऊल की मनभिरावट सुसमाचार सुनाने में नहीं, परमेश्वर ने सीधा उनको दंड दिया, अंधे कर दिया, इसी कारण में आगे आया। ദൈവത്തിന് പല മുഖാന്തരങ്ങളുണ്ട് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ. कई प्रकार के रास्ता परमेश्वर ने खोलते हैं एक व्यक्ति को यीशु में लाने के लिए। അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് അത്രേ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. आदि प्राधान्यता देता है सुसमाचार फैलाने के काम। അതുകൊണ്ട് ദൈവമക്കളായിരിക്കും നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു സന്ദേശവുമായിട്ടത്രേ ഈ ലോകത്തിൽ നിർത്തിയിരിക്കുന്നത്. हम प्रभु परमेश्वर ने प्रत्येक तौर पर हम एक को एक बड़ा जिम्मेदारी देते हुए यीशु ने
संसार में हमको रखा है। വീണ്ടും ജനനം പ്രാപിച്ചതായ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സൺ ഹു ഹാസ് എ മെസ്സേജ് ടു ദിസ് വേൾഡ്, ഈ ലോകത്തിന് ഒരു സന്ദേശം അറിയിക്കുവാനുള്ളവൻ അത്രേ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. और ईसाई नाम दिया, प्रभु ने उनका ऊपर समर्पण किया, सौंपा हुआ कर्तव्य है मसीह की सुसमाचार फैलाने की काम। അങ്ങനെ ക്രിസ്ത്യാനികളുടെ പേടി സ്വപ്നമായിരുന്ന ശൗൽ മനസാന്തരപ്പെട്ട് അവൻ ഒരു സുവിശേഷത്തിന്റെ വക്താവായിട്ട് തീർന്നു. और शाऊल को ईसाई लोग, यीशु को अपनाए हुए लोग डरते मानते जाते थे, जो भय देते थे, वो भी मन बनाया, मसीह में आया। യെശയ്യാവിന്റെ പ്രവചനം 52-ാം അധ്യായം 7-ാം വാക്യം. यशायाह नबी की पुस्तक 52 अध्याय की दूसरा पद, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. वहां पर अरे 7-ാം വാക്യല്ലേ 52-ന്റെ, അതെ 7. पहाड़ों पर उसके पाप क्या ही सुहावने हैं, जो शुभ समाचार लाते हैं, जो शांति की बातों सुनाते हैं और कल्याण की शुभ समाचार और उद्धार का संदेश देता है, जो सियोन से कहता है तेरा परमेश्वर राज्य करता है। അതെ, സുവിശേഷത്തിന്റെ ദൂതമായിട്ട് സഞ്ചരിക്കുന്നതായ ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ യെശയ്യാ പ്രവാചകൻ വിവരിച്ചിരിക്കുക എത്ര ചെയ്യുന്നത്, അവരുടെ കാൽ എത്ര മനോഹരം എന്ന്. वो सुसमाचार फैलाने के लिए एक व्यक्ति जाते हैं, उसके बारे में यशायाह नबी ने वहां पर वर्णन करते हैं, उनका पैर पहाड़ पर कितना खूबसूरत है, सुंदर है। അവരുടെ കാലുകൾ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം അവർ വഹിക്കുന്നത് മനോഹരമായിട്ടുള്ളതായ സുവിശേഷം അത്രേ. सुसमाचार की घोषणा देने वाले की पैर इतने मनोहर होता है, इसके कारण वो उठाया हाथ में रखा, मनोहर परमेश्वर की वचन है। ഈ സുവിശേഷത്തിന്റെ ദൂത് നമ്മുടെ കൈവശം ഉണ്ട് എങ്കിലും അത് വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് 2 കാലുകൾ ദൈവം നൽകിയിരിക്കുന്നു. और सुसमाचार की संदेश यीशु मसीह हमारे हाथ में दिया, जो फैलाने के लिए प्रभु ने हमें 2 पैर भी दिया है। അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെതായ ദൂതമായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അതെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു. इसी कारण में सुसमाचार की घोषणा के लिए यीशु मसीह ने हमें बोझ दिया और विभिन्न जगहों में जाकर सुसमाचार फैलाने के लिए നാം ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായ വചനമത്രേ പ്രഖ്യാപിക്കുന്നത്. ये वचन हटा नहीं सकता है, इतने प्रबल है, प्रभु है ये वचन। മാനസാന്തരത്തിന്റെ സുവിശേഷമത്രേ നാം അറിയിക്കുന്നത്. मन बनावट की सुसमाचार है, हम फैलाता है। നാം ശിഷ്യന്മാരെ വാർത്തെടുക്കുവാനത്രേ ഈ സുവിശേഷത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. सुसमाचारों को तैयारी करने के लिए ये वचन की घोषणा होता है। നമ്മുടെ മുഖ്യമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ഈ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം എത്തിക്കുക എന്നുള്ളത് തന്നെ. हमारा प्रथम, हमारा मुख्य बात यही है, हमारा हाथ में मिला हुआ ये सुसंदेश औरों के हाथ में पहुंचाने के लिए സുവിശേഷത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാവുന്നത് അത്രയും. सुसमाचार की घोषणा के साथ भी साथ औरों को मदद देने का काम ही हमको कर सकते हैं। ചിലർ വെറും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് അവരുടെ ക്രിസ്തീയ പ്രവർത്തനം അത് എന്താണ് ചുരുക്കിയിരിക്കുന്നു. और आज के दिनों में केवल सुसमाचार की घोषणा में कम कर देते हैं।
അതെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. और यूहन्ना का सुसमाचार 6वें अध्याय 63वां पद में हम ये बात वचन देखते हैं। അവിടെ നാം വായിക്കുന്നത് യേശു നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. वहां पर दिया है और 6वीं अध्याय यूहन्ना की सुसमाचार है 6वें अध्याय 52 पद में लिखा इस पर 6वीं 62 63 आत्मा तो जीवनदायक है, शरीर से कुछ लाभ नहीं। जो बातों मैंने तुमसे कही है वे आत्मा है और जीवन भी है। പ്രത്യാശയില്ലാത്തതായി ജനത്തിന്റെ മധ്യേ ഈ പ്രത്യാശയുടെ ദൂതമായിട്ട് നാം കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഒരു പുതുജീവൻ ലഭിച്ചതുപോലെ അത്രേ. आशा बिना रहते हुए लोगों की और हम ये सुसंदेश पहुंचाने के लिए जाते हैं, उनको आशा मिलता है। അതെ, ക്ഷീണിച്ച് വലഞ്ഞിരിക്കുന്ന വ്യക്തികളിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഒരു പുതുജീവൻ ലഭിച്ചതുപോലെ അത്രേ. और अधम हुआ पाया हुआ इसके बारे में आत्मिक तौर पर और जीवन थके मांदे लोगों के सामने सुसमाचार फैलाने के लिए जाते हैं, उन्होंने ऐसी आनंद से भरते हैं। സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് അത് ജീവന്റെ വചനം എന്നത്രേ. सुसमाचार के बारे में हम पाया है वो जीवन का वचन है। അത് കേൾവിക്കാരനിലെ വലിയ മാറ്റം അത്രേ വരുത്തുന്നത്. सुनने वालों में बहुत बदलाहट मिलता है। നമ്മൾ വ്യക്തിപരമായിട്ട് അത് കൗൺസിൽ ചെയ്യുമ്പോൾ വചനം പറയുമ്പോൾ ആ വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് പ്രകടമത്രേ. व्यक्तिगत तौर पर औरों के साथ वचन बांटने का ही समय है, उनमें रूपांतर होते हैं, मन फिरावट होते हैं। यही है वचन की सामर्थ्य। യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. यीशु मसीह ने यही बात दी, आत्मा तो जीवनदायक है, शरीर से कुछ लाभ नहीं। जो बातें मैंने तुमसे कही है वे आत्मा है और जीवन भी है। നാം പറയുന്നതായ പങ്കുവെക്കുന്നതായ സുവിശേഷം കേൾക്കുന്നവർ എല്ലാവരും വിശ്വസിക്കുന്നില്ല. हम सुसमाचार बांटते हैं, देते हैं, हर लोग विश्वास नहीं करते हैं। സുവിശേഷം അത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നതായ ഒരു അഥവാ സുവിശേഷ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആവശ്യങ്ങളൊക്കെയും കർത്താവ് നിർവഹിക്കും. सुसमाचार बांटने वाले और स्वीकार करने वाले हैं, उनका जीवन में कुछ जरूरत बात पड़ती है, मसीह की ओर से वो पूरा कर देता है। ഉദാഹരണമായിട്ട് പറയുകയാണ് എങ്കിൽ അത് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം അത് 12 കൊട്ട മിച്ചം വന്നു എന്ന് നാം വായിക്കുന്നു. उसका उदाहरण नमूना बताएगा तो 5 रोटी से 5000 लोगों को खिलाया, उसके बाद में 12 टोकरी रोटी बच गई है। അത് ദരിദ്രന്മാരായിരുന്നു, വലിയ സാമ്പത്തിക ശിക്ഷയൊന്നും ഇല്ലായിരുന്നതായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രചാരകന്മാരായിരുന്നു. और कंगाल में है, अकाल में रहे हुए शिष्यों ने मसीह की ओर आया और बटोरने के लिए प्रभु ने उन्हीं के लिए दिया है। അത് യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ 12 കൂട്ട മിച്ചം വന്നത് അത് ഈ ശിഷ്യന്മാരെ ഓരോരുത്തരുടെയും തലയിൽ അവര് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. और 12 टोकरी रोटी बच गई, 12 शिष्यों को सिर पर दी और ले जाने के लिए दिया है। മുമ്പേ ദേവരാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകലവും നൽകാമെന്ന് യേശു പറയുകയുണ്ടായി. मसीह ने यह बात सिखाया, प्रथम स्वर्ग राज्य धार्मिकता को ढूंढो, उसका साथ में साथ सब कुछ तुम्हारे लिए मिल जाएगा। നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരുടേതായ അവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. और नाश में जाने वाले लोगों को
यीशु में लाते हैं और सुसमाचार की घोषणा में जाने वालों को कोई कुछ चीजों में कमी कठी नहीं रहेंगे। അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ വിളിച്ചിരിക്കുക എത്ര ചെയ്യുന്നത്. हमारे बारे में जानकारी है, प्रभु की बुलाहट हमारा ऊपर है। അതായത് നാം സുവിശേഷ പ്രവർത്തനങ്ങളിലായിരിക്കുമ്പോൾ തന്നെ വളരെയധികം കഷ്ടതകളും ഞെരുക്കങ്ങളും കൂടി നമ്മൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. हम सुसमाचार की घोषणा के लिए जाते हैं, हमारे भूखे रहना पड़ते हैं, कोई कमी कटी हमारे में आते हैं। അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ സകല കഷ്ടതകളിലെയും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു എന്നത്രേ. और प्रेरित पौलुस ने एक बार कहा, हम भूखे रहते पर आनंद से भर गई है और प्रभु में से हमें कुछ कमी कटी है नहीं है कहा है। ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തനിക്ക് വളരെയധികം കഷ്ടങ്ങളും അതുപോലെ പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു അതത്രേ അത് തനിക്ക് കൊടുക്കേണ്ടി വന്നതായ വില എന്ന് പറയുന്നത്. वो पौलुस ने सुसमाचार के कारण कई प्रकार की कष्ट शोक उठाना पड़ा, फिर भी उनका मन में यही बात है, लोगों को देने के लिए ये बोझ मेरा ऊपर है। പൗലോസ് പറയുകയാണ്, ഞാൻ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു എന്നത്രേ. पौलुस ने एक बात कहते हैं, मैं कष्ट सहजते हैं लेकिन मैं सब कुछ में संपन्न में है। അതുകൊണ്ട് തന്നെ മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് അത് പ്രതികൂലങ്ങളെ വകവയ്ക്കാതെ ഈ ക്രിസ്തുവിനെ സാക്ഷിയായി തീരുന്നത്. इसी कारण में सुसमाचार की घोषणा के लिए जाते जो सुसमाचार उनका जीवन में कोई कुछ प्रश्न होते हैं, हिम्मत बांधकर ढाढ़स बांधकर सेवकाई के लिए आगे दौड़ रहा है। ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഗ്രഹാം സെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്നതായ സംഭവം നമുക്കറിയാമല്ലോ. मसीह की काम कार्य के लिए सेवकाई के लिए निकला, वो ऑस्ट्रेलिया मिस्री को सुसमाचार को उनका बच्चों को आग में जला दिया हुआ बात हमको जानकारी है। അത് ക്രിസ്തുവിനോടുള്ള സ്നേഹനിമിത്തം മരണം അവർ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് അവർ കണ്ടില്ല. यीशु मसीह के कारण जो सहजा हुआ मृत्यु उसको गंभीरता में नहीं देखा है। അതുകൊണ്ട് സുവിശേഷ വേലയിലായിരിക്കുന്ന ഒരു വ്യക്തി കഷ്ടങ്ങളിലും അത് പതറിപ്പോകാതെ അത് ഉറച്ചു നിന്ന് സന്തോഷത്തോടു കൂടി അത് ചെയ്യുന്നതായ ഒരു വ്യക്തി അത്രേ. सुसमाचार की घोषणा के लिए निकला हुआ भाई बहनों, कष्ट हो, दुख हो, क्लेश हो, कुछ भी हो, और मसीह की ओर से है कहकर आगे बढ़ना हमारा कर्तव्य है। വിശേഷം പ്രസംഗിക്കുന്നതായ ഓരോ വ്യക്തികളും അത് രക്ഷയുടേതായ ദൈവത്തിന്റെ ഏജന്റുമാരത്രേ. और सुसमाचार की घोषणा करते हुए परमेश्वर की प्रत्येक लोगों मसीह की सेवकाई की और एजेंट होते हैं। ദൈവം തെരഞ്ഞെടുത്ത് നമ്മെ ആ ജോലിക്ക് വേണ്ടി അത് ഏൽപ്പിച്ചിരിക്കുക അത്രേ ചെയ്യുന്നത്. मसीह ने चुने और चुनौती में अपना जीवन समर्पण करते हुए आगे बढ़ते हैं। അതുകൊണ്ട് സുവിശേഷ വേല എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കരുത്. അതിൽ ദൈവത്തിൻ്റെതായ കയ്യൊപ്പുണ്ട്, ദൈവത്തിൻ്റെതായ ഒരു അപ്പോയിന്റ്മെന്റ് അത്രേ. और सुसमाचार की काम यही है, हम पीछे हटना नहीं, हिम्मत बांध कर आगे बढ़े, कारण हमारा हाथ में समर्पण दिया वो वचन मसीह की हस्ताक्षर भी उसी में है। വിശ്വസ്തയോടുകൂടി ദൈവത്തിന്റെ വേലയിൽ നാം വ്യാപൃതരാകുക. विश्वास योग्य होकर मसीह की सेवकाई में जागृति में रहे। നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടുന്നതിനും രക്ഷയുടെ അനുഭവത്തിൽ ആയിത്തീരുന്നതിനും ഇടയായിത്തീരും. हम सुसमाचार की घोषणा में है, पापियों मन बनाता है और मसीह को अपनाते हैं।
അത് മാത്രമല്ല, നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ക്ഷീണിതരായും വലയുന്നതായ വ്യക്തികൾക്ക് ആശ്വാസം ഉണ്ടാകും. हमारा सुसमाचार की घोषणा में और भूखे रहने वालों को भी जो आश्वासन मिलता है, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതെ, നമ്മുടെ വിശ്വാസത്തിന്റെ കപ്പൽ തകർന്നു പോകുന്നതായ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. हमारा जिंदगी में मसीह की सेवकाई में कई प्रकार के प्रश्न आते हैं. हम सफर कर मुसाफिरी करते हैं, वो जगह आज शायद टूटे फूटे होगा. അത്തരം സന്ദർഭങ്ങളിൽ നാം പറയുന്നതായ ദൈവവചനം അവരെ ഒന്നുകൂടി ശക്തീകരിക്കുന്നതിനും മടുത്തു പോകാതെ മുന്നോട്ട് പോകുന്നതിനുമുള്ളതായ പ്രചോദനം ലഭിക്കും. वो ऐसे धक्के लोग हैं, तब हमारा मुंह से निकलते हैं जो वचन की मधुरवाणी, ये दुख से रहने वालों को हिम्मत दिलाता है. അതുകൊണ്ട് ഈ വിശ്വസ്തയോടുകൂടി നാം ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടും. ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അത് ബലം പകരും. വിശ്വാസത്തിൽ മുന്നേറുവാനുള്ളതായ ഒരു കൃപ അവർക്ക് ലഭിക്കും. इसलिए परमेश्वर के सुसमाचारक घोषणा देने वाले शक्ति सामर्थ्य करे, सुनने वालों को हिम्मत देते हैं और आशा के साथ आगे बढ़ते हैं. എന്നാൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് ചില വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരുന്നു. सुसमाचार की घोषणा में कई प्रकार के प्रश्न हमारे ओर आते हैं. ജനത്തിന് അവരുടേതായ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. लोगों को अपना अपना विश्वास होते हैं. അവരോട് പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, സ്വർഗത്തിലൊക്കെ പോകണ്ടേ എന്നൊക്കെ ചോദിച്ചല്ലല്ലോ, നമ്മള് അങ്ങനെ പറഞ്ഞല്ലല്ലോ സുവിശേഷം അറിയിക്കുന്നത്. हम सुसमाचार की घोषणा में हम स्वर्ग राज्य में जाना और ज्यादा जरूरत है, ऐसे बोलकर उनको आमना सामना कर नहीं सकते हैं. അവരുടെ പ്രതികൂല ജീവിത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയിൽ അവർക്ക് വിടുതൽ നൽകുന്നത്, ആശ്വാസം നൽകുന്നതായ ക്രിസ്തുവിനെ അത്രേ നാം പ്രസംഗിക്കുന്നത്. हम सुसमाचार और लोगों का साथ बात करने का समय वो लोग धक्के मारते हुए लोग हैं, उनको दिलासा देने का वचन दे सुनाते हुए हम उनका और बात करते हैं. ആവശ്യങ്ങൾ നിന്നതായി ജനങ്ങള് അത് ജീവിതത്തില് ഗതികെട്ട അവസ്ഥയില് അവർ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ, ശാരീരിക സൗഖ്യം ഇവയൊക്കെയും കൊടുക്കുന്നതിന് യേശു തയ്യാറായി. यीशु मसीह की घोषणा में और ऐसे प्रकार की वेदना, दुख, रोग, बीमार से पड़े हुए लोग मसीह की ओर आया, मसीह उनका काम को पूरा कर दिया है. എന്നാൽ ഏതൊരു സമൂഹത്തിലും അവരുടേതായ പാരമ്പര്യമായിട്ടുള്ളതായ വിശ്വാസ പ്രമാണങ്ങൾ അവർക്കുണ്ട്. कोई भी विश्व में हो और विश्वास की एक प्रमाण उन्हीं के लिए भी है. അവരോട് ഈ പുതിയ സുവിശേഷവുമായിട്ട് നാം കടന്നു ചെല്ലുമ്പോൾ പലരും അതിനോട് പലപ്പോഴും വലിയ താല്പര്യം കാണിക്കാറില്ല. और ऐसे लोगों का सामने हम वचन लेकर ले जाते हैं, लेकिन वो लोग स्वीकार नहीं करते हैं, अपनाता भी नहीं है. ഗലീലിയോ എന്ന് പറയുന്നതായ ശാസ്ത്രകാരൻ അദ്ദേഹം കോപ്പർനിക്കസിൻ്റെതായ സിദ്ധാന്തം അംഗീകരിച്ചു. गलीलियो एक व्यक्ति ज्ञानी थे, शास्त्री थे, उन्होंने एक बात लोगों का साथ सिखाने के लिए आगे आया. അതുവരെ ജനമെല്ലാം വിശ്വസിച്ചിരുന്നത്, അത് കത്തോലിക്ക സഭയൊക്കെ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണ് എന്നത്രേ. तो तब तक कैथोलिक वाले, रोमन कैथोलिक वाले और उसी समय की और यीशु को बनाए हुए लोग ऐसे विश्वास किया भूमि ऐसा सीधा साधा था. പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു ഭൂമിയാണ് എന്ന് അന്നുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നു. तो हम देखते हैं ये भूमि ऐसी दीदी का ही है, सोच विचार किए थे.
സൂര്യനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് ഗലീലിയോ സമർത്ഥിച്ചു. और गलीली वो वैज्ञानिक ने समर्पण कर ज्ञान बताया ये केंद्र बिंदु वो सूर्य है. അന്നുള്ള ജനങ്ങള് അത് അംഗീകരിച്ചില്ല. അവര് പഴയ രീതിയിൽ തന്നെ ചിന്തിച്ചു ഭൂമി പരന്നതാണ് എന്ന്. और सुना हुआ लोग विश्वास नहीं किया, वो लोग विश्वास किया भूमि तराई में है. അതുകൊണ്ട് ഗലീലിയോയെ അവരെ വളരെയധികം പീഡിപ്പിക്കുകയും ജയിലിലിടുകയും ചെയ്തു. इसी कारण में गलीली जो व्यक्ति को पीड़ित की और जेल खाना में भी डाल दिया. ഒരു പുതിയ ആശയം പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് ജനത്തിന് വളരെ വൈമുഖ്യമുണ്ട്. ये नए एक वचन देते हैं, अंगीकार करने के लिए, स्वीकार करने के लिए लोगों को मन नहीं लगता है. അമേരിക്കയിലെ നീഗ്രോകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എങ്കിലും അത് പല നീഗ്രോകളും അത് പെട്ടെന്ന് അംഗീകരിച്ചില്ല. अमेरिका में वो काले वाले हैं, अफ्रीकन लोग हैं, सुसमाचार सुनाया है, अंगीकार नहीं किया है. വളരെ വർഷങ്ങൾക്ക് ശേഷം അത്രേ അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കാര്യം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്. वो सारे साल के बाद में उनको मालूम पड़ा है वो काले वालों को, अफ्रीकन लोगों को आजादी गुलाम से दिया है, छुटकारा दिया है. वो बात उसी घड़ी अंगीकार किया है. ജനത്തിന്റെ അജ്ഞതയിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും പുറത്തു വരുവാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. अंधे विश्वास से हम लोग बाहर आने के लिए विश्वास की साथ भी साथ प्रार्थना करना हमारा आवश्यकता है. നമ്മുടെ വിശ്വാസമൊക്കെയും ദൈവവചനത്തിൽ ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് അത്രയും നാം നോക്കേണ്ടത്. हमारा विश्वास परमेश्वर के वचन की गहराई से है नहीं है, ये हम सोच समझना चाहिए. അതെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് കാര്യവും സ്വീകരിക്കുവാൻ കഴിയും. वचन के नियम में और वचन की गहराई में कोई भी कुछ हो, असाध्य बात साध्य कर सकते हैं. ഒരു വലിയ മത മേധാവി ഇങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഏത് മതമായിരുന്നാലും എല്ലാവരും അത് ദൈവത്തിന്റെ സന്നിധിയിൽ അത്രേ ചെല്ലുന്നത് എന്ന്. एक धर्म की और शीर्ष बैठने वाले विश्वास किया और लोगों को समझाया. और धर्म कुछ भी हो, कोई भी हो, सब ने एक ईश्वर के साथ पहुंच जाते हैं. രക്ഷയും അതുപോലെ പാപക്ഷമയും ഒരു പുതു ജീവിതവും ഒക്കെ ലഭിക്കുന്നതിന് ഏത് മാർഗവും സ്വീകരിച്ചാൽ മതി എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. उद्धार और मनमनाहट और विश्वास कुछ भी हो, कोई भी विश्वास में जाए, एक ईश्वर के साथ पहुंच जाते हैं. उन्होंने सिखाया था. എന്നാൽ യേശു പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാകുന്ന വഴിയും സത്യവും ജീവനുമാണ്. मसीह ने एक बात सिखाया, मसीह है एक ही रास्ता, एक ही सच्चाई, एक ही वचन. ആരെങ്കിലും പറയുന്നത് കേട്ട് ഉള്ളതായ ഒരു ജീവിതമല്ല ക്രിസ്ത്യാനിയുടേത്, അത് വചനത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായ ഒന്നത്രേ. कोई किसी ने कहते कहानी सुनकर विश्वास करने वाला वो विश्वास नहीं है, मसीह की लोगों की विश्वास. ആസന്ന മരണം കണ്ടുകൊണ്ടിരുന്നതായ ഒരു വ്യക്തിയെ വെന്റിലേറ്ററിൽ ICU പ്രവേശിപ്പിച്ചു. मृत्यु तक पहुंचा हुआ एक व्यक्ति को ICU में पहुंचाया. അവിടെ വെച്ചിരുന്നതായ ഓക്സിജന്റേതായ അത് തീർന്നുപോയി. ആ സിലിണ്ടറിൽ ഓക്സിജന്റെ തീർന്നുപോയി. वहां पर ऑक्सीजन उनको देता है, वो ऑक्सीजन सिलेंडर से खत्म हो गया है. അത് മാറ്റിയിട്ട് മറ്റൊരു ഓക്സിജന്റെ സിലിണ്ടർ ഫിറ്റ് ചെയ്തു. और वो ऑक्सीजन की सिलेंडर उठाकर भरा हुआ ऑक्सीजन फिट कर दिया है. അത് പുതിയൊരു സിലിണ്ടർ ഫിറ്റ് ചെയ്തു എങ്കിലും ആ മനുഷ്യൻ മരിച്ചുപോയി. जो नया सिलेंडर फिट किया है फिर भी वो रोगी बीमारी मृत्यु पाया है. അത് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്
രണ്ടാമത് ഫിറ്റ് ചെയ്തതായ സിലിണ്ടർ അത് ഓക്സിജൻ അല്ല, അതിന്റെ അകത്തുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. और दूसरा सिलेंडर बेदरा है जो उसमें ऑक्सीजन नहीं था, कार्बन डाइऑक्साइड थे। അതിന്റെ പുറത്ത് എഴുതിയ ലേബൽ അത് തെറ്റായിരുന്നു. उसका ऊपर लिखे रखा है वो नाम बंद और अलग था। അതുകൊണ്ട് രക്ഷ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ മതി എന്നൊക്കെയും പലരും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അത് ലേബൽ മാറിയതായ സിലിണ്ടർ പോലെയാണ്, അത് മാരകമത്രേ. ऐसे नमूना दिया है, यहाँ पर उधार है, वहां पर उधार है, यहाँ पर ईश्वर है, वहां पर ईश्वर है, गलत शिक्षा देता है। ये सिलेंडर के ऊपर अलग नाम दिया, ऐसे नहीं बन जाएगा। നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചനമത്രേ. हमारा विश्वास की नींव परमेश्वर की वचन है। ഒരിക്കൽ ഒരു ബാർബർ അയാള് നിരീശ്വരവാദിയായിരുന്നു. एक बार्बर मुंडी काट बाल काटने वाला व्यक्ति और निरीश्वरवादी, इसका मतलब कोई देवी देवताओं को मानने वाला नहीं थे। ഞാന് ചിലപ്പോഴൊക്കെ ബാർബർ ഷോപ്പ് പോകുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെ സുവിശേഷത്തെക്കുറിച്ചും വിശ്വാസത്തെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കാറുണ്ട്. और परमेश्वर की दास भी बार्बर शॉप में जाते हैं, विश्वास के बारे में उनको समझाते हैं। എന്നാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ സംസാരിച്ചതായ രണ്ട് വ്യക്തികളും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതായ വ്യക്തികളായിരുന്നു. परमेश्वर के दास को एक अद्भुत बात हुई, परमेश्वर के दास वचन सुनाया हुआ दोनों व्यक्ति यीशु को ग्रहण किए हुए व्यक्ति थे। നാം ഇപ്പോൾ ചിന്തിക്കുന്നതായ ബാർബറെ സംബന്ധിച്ചിടത്തോളം അയാൾ നിരീശ്വരവാദിയായിരുന്നു. अभी हम पढ़ता है जो बार्बर और यीशु को ईश्वरीय सामर्थ्य को ना पहचान वाले हैं। ഒരു ദിവസം ഈ നിരീശ്വരവാദിയായ ബാർബറും ഒരു ദൈവദാസനും കൂടി ഒരു സ്ലം ഏരിയയിലൂടെ പോവുകയായിരുന്നു. एक बार यीशु कोई मसीह को ग्रहण नहीं पाया, निरीश्वरवादी है, और विश्वासी भी उसका साथ एक रास्ता पर चल रहे थे। ഞാൻ കണ്ടത് അവിടെയുള്ളതായ ആളുകള് പാപത്തിന് അടിമകളായിട്ട് ജീവിക്കുന്നതും അതുപോലെ തന്നെ വളരെ തിന്മയുള്ളതായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതും കാണുവാൻ കഴിഞ്ഞു. वो जाने की रास्ता में और अधर्म कुकर्म के काम करने वाले के बीच में से चल रहा था। അവരുടെ മുമ്പിൽ ഒരു മനുഷ്യൻ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അയാള് തലമുടി നീട്ടി വളർത്തിയിരിക്കുന്നു, താടി രോമങ്ങളൊക്കെയും വല്ലാത്ത രീതിയിൽ അത് വെട്ടി ഷേപ്പ് ചെയ്യാതെ ഇരിക്കുന്നത്, വികൃതമായിരിക്കുന്നത് അയാൾക്ക് കാണുവാൻ കഴിഞ്ഞു. और उसमें एक व्यक्ति को देखा, उस बाल इतनी लंबाई कर दिया है, वो दाढ़ी बनाया नहीं है, उसको ऐसी एक पागलपन दीदी पर बैठा हुआ एक व्यक्ति को देखा है। ഇയാള് എന്റെ അടുക്കൽ വന്ന് എന്റെ ബാർബർ ഷോപ്പിൽ വന്നിരുന്നു എങ്കിൽ ഇയാളുടെ അവസ്ഥയൊക്കെ എനിക്ക് മാറ്റുവാൻ കഴിയുമായിരുന്നല്ലോ എന്ന് ഇയാൾ പറഞ്ഞു. तब ये बार्बर ने बताया, मेरा बार्बर शॉप में आया तो उनको मैं ठीक साफ सफाई कर सकते हैं। അപ്പോൾ ദേവദാസൻ പറഞ്ഞു, അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന്. और परमेश्वर की दास ने शब्द दी, यहाँ की प्रश्न वो ही है। അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം, അവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ തക്കവണ്ണം, പാപ സ്വഭാവത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം അവർ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല. और मसीह की ओर नहीं आते हैं, उनको अपराध ढांप कर उनका जीवन में बहुत फर्क पड़ते हुए उनका जीवन सफल बनाने के लिए मसीह की ओर वो लोग आता नहीं है। അവർ ദൈവവചനം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നതിനോ തയ്യാറാകാത്തത് കൊണ്ട് അവർക്ക് വിടുതലില്ല. और इत्यादि लोग यीशु को ग्रहण नहीं करते हैं, अपना अपराध परमेश्वर की ओर कहता नहीं है, माफी मांगता नहीं है। इसी कारण में उन्होंने ऐसी पाप की कुंड में जीवन बिताता है।
അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 48 മുതലുള്ള ചില വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അവിടെ വചന പ്രഘോഷണം നടത്തിയതായ പൗലൂസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. और प्रेरितों का पत्री, प्रेरितों का काम 13वां अध्याय 48वां पद से लेकर देखेगा तो कुछ लोगों को वहां पर देख सकते हैं. അവർ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ജാതികൾ സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. यह सुनकर अन्य जातियां अनिंदित हुई और परमेश्वर के वचन की बड़ाई करने लगे. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. और जितने अनंत जीवन के लिए ठहराए गए थे, കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. उन्होंने विश्वास किया. प्रभु का वचन उस सारे देश में फैलने लगा. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യോഗം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളതായ ചില യഹൂദന്മാരും ആ പട്ടണത്തിലെ ആളുകളെ പൗലോസിനും ബർന്നബാസിനും എതിരായിട്ട് ഇളക്കി വിടുകയും ഉപദ്രവിക്കുകയും ചെയ്തു. और अनुग्रह सुसमाचार की घोषणा वहां पर हुई. जो देखते हुए वहां पर जितने यहूदियों हैं, यहूदियों ने पौलुस के विरोध में लड़ने के लिए लोगों को आमंत्रण किया है. എന്നാൽ അതിന്റെ മധ്യയും ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. इसके बीच में शिष्यों ने पवित्र आत्मा पाया और आनंद खुशी मनाया. ദൈവം ഇന്നും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സുവിശേഷകന്മാരെ അത്രേ. आज परमेश्वर भी प्रत्येक तौर पर इस्तेमाल करता है सुसमाचारों को. ദൈവവചനം നാം മറ്റുള്ളവരോട് പറയുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. मैं सुसमाचार अन्यों को घोषणा नहीं करेगा तो मुझे को हाय हाय दिया है. നശിച്ചു പോകുന്ന ജനത്തിൻ്റെതായ അത് രക്തപാതകം എന്റെ മേൽ വരും എന്നത്രേ പൗലോസ് പറയുന്നത്. मैं सुसमाचार की घोषणा नहीं करेगा तो अन्य लोगों की रक्त मेरा ऊपर प्रबल रहेंगे, पौलुस कहता है. അതെന്താണ് കാണിക്കുന്നത്? ഇത് വളരെ അത് മാറ്റിവെക്കാനാവാത്തതായ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നത്രേ മറ്റുള്ളവരോട് നാം അറിഞ്ഞതായ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത്. विश्वासी है, सेवक है, हमारा ऊपर समर्पण किया हुआ जो शब्द वचन दूसरा का साथ बांटने के लिए ये हमारा ऊपर समर्पण की है. അത് നാം ആ കർത്തവ്യത്തിൽ നാം അത് പരാജയപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യർ, നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യർ പാപത്തിൽ മരിക്കുകയും അതിന് നമ്മളായിരിക്കും ഉത്തരവാദികളുമെന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. बाइबल यही सिखाते हैं. ऐसा घोषणा करके यीशु में लोगों को नहीं लाएगा तो वो लोग अपराध पाप में मरते हैं. जिम्मेदारी हमारा ऊपर है. ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് അതിന് പകരമായിട്ട് മറ്റൊന്നില്ല. परमेश्वर के वचन की घोषणा सिवा दूसरा काम नहीं है. അത് ദൈവത്തിന്റെ ആടുകൾ, ദൈവത്തെ ഫോളോ ചെയ്യുന്നതായ കുഞ്ഞാടുകൾ ഈ ദൈവവചനം കൈക്കൊള്ളും. मसीह के पीछे हो लिया जाने वाले ये वचन अंगीकार करना. അതുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം കേൾപ്പിക്കുക, അതിലൂടെ ജനത്തിന് രക്ഷയുണ്ടാകും, വിശ്വസിക്കുന്നതിന് മുഖാന്തരമായി തീരും. सुसमाचार की घोषणा देना, सुसमाचार समझाना, इसी कारण में लोग पाप से बच जाते हैं. നമ്മുടെ വചനം കേട്ട് വിശ്വസിക്കുന്നവർക്ക് നിത്യ രക്ഷ, നിത്യ ജീവൻ പ്രാപിക്കുന്നതിന് കഴിയും. हमारा वचन सुनते हुए मसीह में आते हैं, मसीह ने उन्हीं के लिए आनंद जीवन दिया देगा. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് പലരുടെയും ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ സുവിശേഷത്തോട് പ്രതികരിക്കാറില്ല. ये संसार की और प्रभु शक्ति, शैतान की सामर्थ मानव जातियों को मन अंधे कर दिया है. इसलिए सुसमाचार की घोषणा आगे होता नहीं है.
എന്നാൽ സർവശക്തനായ ദൈവം നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും ദൈവത്തിന്റെ വചനം അംഗീകരിക്കും, വിശ്വസിക്കും. अनंत काल के जीवन के लिए कितने लोगों को प्रभु की बुलाहट मिली, उन्होंने यीशु का वचन सुनते हैं, ग्रहण करते हैं. നാം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നരകത്തിൽ നിന്ന് ഒരു വലിയ നിലവിളി ഉയരും. ഫലശേഖരം കഴിഞ്ഞു, അത് ഫലശേഖരം കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു, ഞങ്ങളോ രക്ഷിക്കപ്പെട്ടില്ല എന്ന്. और हमारा कर्तव्य पूरा नहीं करेगा तो मसीह हमारा हाथ में दिए हुए वो वचन फैलाने के लिए अवसर हम रखा नहीं है तो अधमबाधान से चिल्लाहट होता है, यही शब्द है. और कटनी आया है, सिरा काट दिया है, हम पूरा हो गया, हम दो मन बिराया नहीं है. അത് എത്ര നിർഭാഗ്യകരമായ അവസ്ഥയത്രേ. वो दुर्भाग्यशाली है. അതുകൊണ്ട് ഈ ദൈവവചനം എല്ലായ്പ്പോഴും പ്രസംഗിക്കുവാൻ തക്കവണ്ണം നാം അവസരം കണ്ടെത്തുക. इसी कारण में हर समय निरंतर वचन की घोषणा के लिए हम तैयारी के साथ रहना. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. इसी कारण में और वचन सुनाते हैं और वचन सुनते हैं. सुनाना वाला होना चाहिए, सुनने वाला भी होना चाहिए. ദൈവം ഈ വചനങ്ങൾ നമ്മെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. मसीह ये वचनों से हमको आशीष करे. धन्यवाद.